ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. നമ്മളായിട്ട് ക്ഷണിച്ചു വരുത്തരുത് പ്രശ്നം. നമ്മളായിട്ട് പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തരുത്, മാന്യമായി വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്രിയ താരമായിട്ടുള്ള നമ്മളെല്ലാവരും ചാണകമാണ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കൃഷ്ണകുമാർ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും അവരുടെ മക്കളുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ടും വല്ലാണ്ട കാര്യങ്ങളൊന്നും പറയേണ്ടതായിട്ടില്ല. മാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമ്യാരകമായിട്ടുള്ള മാന്യമായ വസ്ത്രങ്ങളാണ് അവർ ധരിക്കാറ്. അവരുടെ മൂത്ത പെൺകുട്ടി തന്നെ അല്ലേ, എനിക്കറിയില്ല പേര്, ദിയാകൃഷ്ണ, അവരുടെ ഒരു ഫോട്ടോ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിൽ 2 ദിവസം മുമ്പ് അവരിട്ടൊരു ഫോട്ടോയാണ് അപ്പൊ നിങ്ങൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ഒരു ഫോട്ടോയിലൂടെ നമ്മൾക്ക് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലെ മുഴുവൻ ഭാഗവും വ്യക്തമാവുന്ന രീതിയിൽ എന്നാൽ നഗ്നത മറച്ചിട്ടുണ്ട്. നഗ്നത മറക്കുക എന്ന് പറയുന്നത് തന്നെയാണ് പിതാമഹൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നഗ്നത മറച്ചുകൊണ്ടുള്ള ഫോട്ടോസ് ഇടുക എന്നുള്ളൊരു കാര്യം. ആ ഫോട്ടോയിൽ ഇപ്പോൾ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി, അതിമനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ഇതാണ്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ എന്താ തോന്നുക, നല്ല രസമുള്ളൊരു ഫോട്ടോ, അത്രേ തോന്നുള്ളൂ. അപ്പൊ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശികളായിട്ടുള്ള നടി എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളില്ലേ, സെലിബ്രിറ്റീസ്, അവരിടുന്ന വസ്ത്രങ്ങൾ ഇതേപോലൊക്കെ തന്നെ അല്ലേ, അതിനിപ്പോ എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നവുമില്ല. പക്ഷെ കൃഷ്ണകുമാർ പറഞ്ഞ ഈ വാക്കുകൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അതെന്താ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് പോലെ അല്ലേ. അപ്പൊ കുറച്ച് കമന്റുകൾ ഇതിന്റെ അടിയിൽ കണ്ടു. അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ്. കമന്റ് ഞാനൊന്ന് വായിച്ചു തരാം, എന്നിട്ട് നമുക്ക് കൃഷ്ണകുമാർ ചേട്ടായിയുടെ ആ ഒരു ഇന്റർവ്യൂലേക്ക് കിടക്കാം. കഷ്ടം തന്നെ, എന്തൊക്കെ കോലങ്ങൾ കാണണം, ഇവൾക്കൊന്നും ഒരു നാണവും ഇല്ലേ, എല്ലാം ഊരി അങ്ങ് കാണിക്ക്, ഇതൊക്കെ അപൂർവ കാഴ്ചകളാണ്. സംഘിയുടെ പുത്രിയാകുമ്പോൾ സംഘികൾക്ക് ഇത് ഒരു അഭിമാന നിമിഷമാണ്. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ചെളി വാരി എറിഞ്ഞേനെ അവർ. എന്തുവാടെ ഇത്, ആ കോന്തനൊക്കെ ആണാണോ പൈസ ഉണ്ടാക്കാൻ സമൂഹത്തിൽ എന്തും കാണിക്കാനായി ഈ കൊച്ചിന്റെ അമ്മ ഇതൊന്നും കാണുന്നില്ലേ? ഈ കൊച്ചിന്റെ അമ്മ കുറച്ച് മുമ്പ് ഒരു വീഡിയോയില്, അതായത് ഇവർ ഏറ്റവും ചെറിയ ഒരു പെൺകുട്ടിയുണ്ട്, ആ ഒരു പെൺകുട്ടിയുടെ കൂടെ നടന്നു പോകുന്ന ഒരു സമയത്ത് ഒരു ഫോട്ടോയില് ഏതോ ഒരു ശരീരഭാഗം പുറത്ത് കാണണ്ടപ്പോൾ അവർ ആ വസ്ത്രം നേരാക്കി കൊടുത്ത ഒരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ അതിൻ്റെ ഇടയിലെ കമന്റ് കാണണം, ഒരുപാട് ചേച്ചിമാര്, ഒരുപാട് അമ്മമാര് ഇട്ടൊരു കമന്റ്, ഇങ്ങനെ ആയിരിക്കണം അമ്മ എന്നുള്ളത്. എന്നാൽ അതേ പെൺകുട്ടി തന്നെ പിന്നീട് കുറച്ചുകൂടി പ്രായമാവുമ്പോൾ അവരവരുടേതായ രീതിയിൽ അവരുടെ ആ ഒരു സ്വാതന്ത്ര്യം, അവരവരുടെ സ്വാതന്ത്ര്യമാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത്. ആ രീതിയിൽ മറച്ചു കൊടുക്കാൻ അമ്മയൊന്നും വേണ്ട പിന്നെ, കാരണം അവർ ഇഷ്ടമുള്ള പോലെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് മാന്യമായ വസ്ത്രങ്ങൾ എന്നുള്ളൊരു സാധനം. മാന്യമായ വസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഗ്നത മറക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പറയുന്ന ആ ഒരു ആളുകൾക്ക് വരുന്ന കമന്റുകളാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തത്, ഈ പെണ്ണ് ഇങ്ങനെ അധപ്പതിച്ചു പോയല്ലോ, കഷ്ടം. അതേപോലെ വയറു കാണിച്ചും കാശു ഉണ്ടാക്കുന്നു നട്ടാ, സോറി. അടുത്തത് തന്നെ എന്ത് പറയാനാ, നാണം കെട്ടു പണം നേടുക എന്നുള്ളതാ. അതായത് ഇവരെ ഈ ഒരു ഫോട്ടോ എവിടത്തെയോ ചാനൽസ് ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കമന്റ് വന്നിട്ടുള്ളത്. പണ്ടൊക്കെ പ്രഗ്നന്റ് ആയ സ്ത്രീകളെ വീട്ടിൽ പോയിട്ട് വയറ് കാണൽ ചടങ്ങ് ഉണ്ട് എന്നൊരു പരിപാടി ഉണ്ട് അല്ലെ. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ വയറ് കാണൽ ചടങ്ങുകൾ സോഷ്യൽ മീഡിയ വഴി, റീൽസ് വഴിയൊക്കെ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രഗ്നന്റ് ആയിട്ടുള്ള ആ വലിയ സ്ട്രെച്ച് മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള സ്ത്രീകൾ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്ന, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടിയും ഒരു വിറവലൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഇത് റീൽസ് ആയിട്ടും ജനങ്ങളുടെ മുന്നിലേക്ക് പോസ്റ്റ് ആയിട്ടും ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ കുറെ കമന്റുകൾ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ക്ലിപ്പിലൂടെയും കൂടി കിടക്കാം. അതായത് ഇവരൊരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ ഒരു ചെറിയ ഭാഗം അതൊന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ? ആ ഒരു വീഡിയോക്ക് വന്ന കമന്റ് ആണ്, വയറ് മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടിയിട്ട് പിറകിലോട്ട് തിരിഞ്ഞതാണ് എന്നൊക്കെയാണ് കമന്റുകൾ. ഈ കമന്റുകൾക്ക് മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കാറില്ല. കമന്റുകളോട് അവർക്ക് വലിയ താല്പര്യം ഉണ്ടെന്ന് കൃഷ്ണകുമാർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഞങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നത്, ഞങ്ങൾക്കെതിരെ അങ്ങനെ കമന്റ് ഇടുന്നതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് വളരാൻ നമുക്ക് ഉപകാരപ്പെടും എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് നേരെ ഈ കൃഷ്ണകുമാർ തന്നെ മക്കളെ കുറിച്ചിട്ട് വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒന്ന് കാണാം.
ഈ പറയും ഈ ഇന്ന വേഷം ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാരേട്ടനെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ ഈ 4 പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണ്. അല്ല, ഈ വസ്ത്രധാരണം ഒന്ന് ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളമല്ല, ലോകത്തെവിടെയാണെങ്കിൽ. ഒരു സ്ത്രീ അങ്ങനെ വസ്ത്രം ഇടാതെ നടന്നു പോവാൻ അവർക്ക് മൗലിക അവകാശത്തിൽ അത് പറയുന്നില്ല. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനാണ്, നഗ്നയായിട്ട് നടക്കാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നില്ല. അത് തെറ്റാണ്. പിന്നെ പബ്ലിക് പ്ലേസിലേക്ക് അങ്ങനെ നഗ്നത പ്രദർശിപ്പിച്ച് നടന്നാൽ അത് ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ ഒരു സ്ത്രീ അങ്ങനെ നടക്കുമ്പോൾ അവരുടെ അടുത്ത് പോയി തൊട്ട് കഴിഞ്ഞാൽ അവരുടെ അനുവാദമില്ലെങ്കിൽ അത് തെറ്റാ. അത് ഞാൻ ഒരു വസ്ത്രം ഉള്ള ഒരു സ്ത്രീ എന്ന രീതിയിലേക്ക് ഞാൻ മാറ്റുന്നു. ഒരു സ്ത്രീയോട് അവരുടെ താല്പര്യമില്ലാതെ, അവരുടെ കൺസേൺ ഇല്ലാതെ തൊടാൻ പാടില്ല, അവരെ കയറി പിടിക്കാൻ പാടില്ല. പബ്ലിക് പ്ലേസിൽ അവർ പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിലും ചെയ്യാൻ പാടില്ല. അതൊക്കെ വളരെ മോശമല്ലേ പ്രശ്നമായിട്ടാ. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ സൈഡിലൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ശരീരം കൃത്യമായി കവർ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഡാഡിയാണ്. മക്കൾ അത് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കും, എടുത്ത് എവിടെ വേണോ നിങ്ങൾക്ക് പോകാം, പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ റോങ് സ്ഥലത്ത് റോങ് പാർട്ടിയുമായിട്ട് റോങ് ടൈമിൽ പോകരുത്. നമ്മളായിട്ട് ക്ഷണിച്ച് വരുത്തരുത് പ്രശ്നം. റോങ് പാർട്ടിയുമായിട്ട് ബന്ധം തന്നെ ഉണ്ടാവരുതെന്നല്ലേ അച്ഛാ പറയണ്ട. അച്ഛാ എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ? ഇങ്ങനെയാണോ പറയണ്ടേ? മക്കള് റോങ് സൈഡിൽ, റോങ് സൈഡ് എന്ന് പറയുന്നത്, റോങ് സൈഡ് എന്താ വണ്ടി ഇടിച്ചൊരു കേസൊക്കെ ഇന്റർവ്യൂവിന്റെ ഇടയിൽ കണ്ടു. എന്താ പറ്റേ നമ്മളെന്തൊരു വിഷയത്തിൽ നിന്ന് വഴുതി മാറി പോകുന്നത് അല്ലേ? അതെ, ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇടുന്ന വസ്ത്രം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരു ബീച്ചിലാണ് പോകുന്നത്. ബീച്ചിൽ നമ്മൾ കുളിക്കാനൊക്കെ ആയിട്ട് നീന്താനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു സ്വിം സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അത് ആ ഒരു ഒക്കേഷന് അതാണ് അതിന്റെ ആപ്റ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമക്ക് പോകുമ്പോൾ, ആ സിനിമ തിയേറ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒക്കെ ഒരു കംഫർട്ടായി തോന്നുന്ന ബിക്കിനി അല്ലാത്ത വസ്ത്രമൊക്കെ, ബിക്കിനി ആണെങ്കിൽ ഇട്ട് പോവുക, അതൊന്നും കുഴപ്പമുള്ളൊന്നുമില്ല. പക്ഷെ അത് ഓരോ ഒക്കേഷൻ അനുസരിച്ച് വസ്ത്രങ്ങൾ മാറണം എന്നുള്ളതാണ്. ഇവിടെ ഡാഡി കൃത്യമായിട്ട് എന്ത് വസ്ത്രം ധരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നഗ്നത മറക്കുക എന്നൊരു കാര്യം പ്രധാനമായിട്ടും പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ നഗ്നത എവിടെയാണ് മറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മറഞ്ഞിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ്. എൻ്റെ മാത്രം അഭിപ്രായമായിട്ട് നിങ്ങൾ കാണണ്ട, ഇത് കമന്റിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഇവരിട്ട വീഡിയോന്റെ അടിയിലുള്ള ഒരുപാട് കമന്റുകൾ ഇതിനോടൊപ്പം കാണാതായിട്ടുണ്ട്. കുറെ കമന്റുകൾ ഉണ്ടായിരുന്നു. അംബാനിയുടെ മക്കളെ കണ്ട് പഠിക്കുക, അവരൊക്കെ വലിയ പൈസക്കാരാ, പക്ഷെ അവരൊക്കെ ശരീരം മറച്ചുകൊണ്ട് വളരെ അടിപൊളി വസ്ത്രങ്ങൾ ധരിക്കുന്നു. മാന്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, അടിപൊളി വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകളാണ് എന്നൊക്കെയാണ് കമന്റ്. ഇഷ്ടംപോലെ അങ്ങനത്തെ കമന്റുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ മക്കളെ ഞാൻ ആ രീതിയിൽ പഠിപ്പിച്ച് കൊടുത്തിട്ട് പോലും അത് ഇങ്ങനെ ആയല്ലോ എന്നാണോ ചേട്ടായി പറഞ്ഞു വെക്കുന്നത്? നെക്സ്റ്റ് കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് വരുമ്പോ പുതിയൊരു ഇന്റർവ്യൂ. പെൺകുട്ടി തുണി ഇല്ലാതെ നടന്നു പോകുന്നു, തൊടാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത് എവിടെ നിയമം? ഒരാൾക്ക് എങ്ങനെ നടക്കണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ നിയമത്തിൽ? ആരെന്ത് വസ്ത്രം ധരിക്കണം? ഇത് ഉടനെ പറയുന്നത് വെച്ചാൽ ആണുങ്ങളുടെ അങ്ങനെയാണെങ്കിൽ അവന് എന്താണെന്ന് വെച്ചാൽ അവന് ചികിത്സ കൊടുക്കണം. എന്ത് വസ്ത്രം ധരിക്കണം എന്ന് ഡിഫൈൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. പക്ഷെ പബ്ലിക് പ്ലേസിൽ പൂർണ്ണ നഗ്നയായിട്ടൊരു സ്ത്രീ നടന്നു പോകുമ്പോൾ അവരെ കയറി പിടിക്കുക, ഇത് എന്താണ് താങ്കൾ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പൂർണ്ണ നഗ്നനായി നടക്കാൻ നമ്മുടെ അവകാശത്തിൽ പെടുന്നില്ല. നമ്മളെ മൗലികാവകാശത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. വസ്ത്രം ധരിക്കാനാണ്, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനാണ് നമുക്ക് അവകാശമുള്ളത്. പക്ഷെ നഗ്നത പൂർണ്ണമായും കാണിക്കുന്ന രീതിയിൽ പൊതു ഇടങ്ങളിലൂടെ നടക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. ആ ഒരു കാര്യം കൃഷ്ണകുമാർ ചേട്ടായി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. 2 പെൺകുട്ടികളും പയ്യന്മാരും കൂടി ഒരു ഫ്ലാറ്റിലങ്ങനെ കൂടിക്കഴിഞ്ഞ് ഇവിടെ പലർക്കും ഭൂമി ഇളകുന്ന പോലെ. ഞാൻ നിങ്ങളുടെ ആരും നിങ്ങൾക്കത് ശല്യമില്ലല്ലോ, അവരെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണം? അപ്പോൾ നിങ്ങളുടെ മക്കൾ ഞാൻ എൻ്റെ മക്കൾ പോകുമായിരിക്കും, പോയാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. അടിപൊളി ഡാഡി തന്നെയല്ലേ കുറച്ചു നേരത്തെ പറഞ്ഞത് കുട്ടികളെ നഗ്നത മറയ്ക്കണം വസ്ത്രം ധരിക്കുമ്പോൾ എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് മക്കളുടേതായ രീതിയിൽ ഒരു ടൈം ആകുമ്പോൾ അവരവർ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് കുറെ ഫോട്ടോസൊക്കെ അങ്ങനെ കാണാണ്ടല്ലോ, റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതൊക്കെ അവരുടെ താല്പര്യമാണ്. പക്ഷെ ഡാഡി പറഞ്ഞത് കേട്ടില്ല എന്നുള്ളതാ. അടുത്ത എന്താ, 2 ആളുകൾ, ഒരു ആണും പെണ്ണും ഒരു റൂം എടുത്ത് താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ പ്രശ്നം? എൻ്റെ മക്കളാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നാ പറയുന്നത്. ഒരു ഫാദറിന് ഒരു മദർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല, ഒരിക്കലും പറ്റില്ല. എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള ആളോട് കൂടി റൂം എടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നമ്മളെ ഫാമിലിയുള്ള ഇനിയിപ്പോൾ നമ്മുടെ മക്കൾ എന്നുള്ളതല്ല, നമ്മളെ പെങ്ങന്മാരാണെങ്കിലും അങ്ങനെ ആരാണെങ്കിലും അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ
സ്വാഭാവികമായിട്ടും നമ്മൾ പറയും വലിയ കാര്യത്തിൽ യൂറോപ്പിനെ കടമെടുക്കുന്നവരാണ് നമ്മൾ. പക്ഷെ യൂറോപ്പിന്റെ എല്ലാ കൾച്ചറുകളും നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആ ഒരു വിലയും നിലയൊക്കെ പോവും. ഇപ്പൊ കേരളത്തിൽ കുറെ കോപ്രായങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊരു പെരുന്നാള് നോമ്പ് ടൈമിൽ ഏതൊരു പെൺകുട്ടി 2-3 പയ്യന്മാരെ കൂടെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ആൾക്കാരായിട്ട് റൂം എടുത്ത് നിന്നൊക്കെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നിട്ട് കയ്യിൽ നിന്ന് MDMA ഒക്കെ പൊക്കിയത് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. അത് അതിന് ന്യായീകരണമൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അത് എന്താവട്ടെ, അപ്പൊ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അല്ലേ. എന്താണ് എന്റെ കൃഷ്ണേട്ടാ? എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നില്ല. അവരാരുടെ കൂടെ പോകുന്നു, എന്തിനു പോകുന്നു എനിക്ക് ബുദ്ധിമുട്ടേ. അത് അവരുടെ ഇഷ്ടമാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിന്റെ യാതൊരു ഇതും നല്ല ഡാഡി. ഇങ്ങനെ തന്നെ വേണം ഡാഡീസ്. മക്കൾക്ക് പ്രായപൂർത്തിയായപ്പോ അവരുടെ ഇഷ്ടത്തിന് നടക്കുന്നതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഡാഡിക്ക് ഒരു രോധനമുണ്ട്. നല്ല മാന്യമായി വസ്ത്രമൊക്കെ ധരിക്കാൻ, നഗ്നത മറയ്ക്കാനൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ എന്താ ചെയ്യാ, ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ ആരുടെ കൂടെ വേണമെങ്കിലും പോയാലും എനിക്ക് കുഴപ്പമില്ല. നല്ല ഡാഡി. ഇതൊക്കെ മാതൃകാ പുരുഷോത്തമനായിട്ടുള്ള ഡാഡി ആട്ടോ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ മാറ്റി വെക്കണം. നമ്മളെ പറ്റി ഒന്നും ആരും എഴുതിയില്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ ആരും അല്ലാതായി പോകും. അതൊരു വിഷമമാണ്. പിന്നെ തകർന്നു പോകൂലേ. കമന്റ്സ് ഇല്ല, ലൈക്ക് ഇല്ല, തീർന്നു. ഇവിടെ ലൈക്ക് കമന്റ്സ് ഇല്ലാത്തൊരു മെന്റൽ ഡിപ്രഷൻ ആശുപത്രിയിലാവുന്ന കാലം. കമന്റ് ഒന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. കമന്റുകളിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നമ്മളെ കുറിച്ച് 4 ആൾ കമന്റ് ഇട്ടാലും ഒരു സമാധാനം ഉള്ളൂ എന്നുള്ളത് അടിപൊളിയാണ്, നല്ല കാര്യമാണ്. കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. എന്തായാലും ഞാനും ചാണകം, നീയും ചാണകം, മോനും ചാണകം, എല്ലാവരും ചാണകം, ആകെ ചാണകമയമാണ്. നഗ്നത മറയ്ക്കണം മക്കളെ എന്ന് പറഞ്ഞു. മക്കൾ അത് നല്ല വൃത്തിയിലും അങ്ങനെ മറച്ചു നടക്കുന്നു എന്നുള്ളതാണ്. കമന്റ് ബോക്സുകളിൽ കിടക്കുന്ന അമ്മച്ചിമാരുടെ രോധനവും ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ. കാരണം കഞ്ഞി കുടിച്ചു പോകണ്ടേ. കൃഷ്ണകുമാർ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെ കളിയാക്കിയിട്ടാണെങ്കിലും അവർ ജീവിച്ചു പൊക്കോട്ടെ, പക്ഷെ എൻ്റെ മകളുടെ ബിസിനസ് തകർക്കാൻ ശ്രമിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഒരാൾക്ക് കേസ് കൊടുത്തു, അതെനിക്ക് പറ്റിയില്ല. ബാക്കി എന്ത് കാണിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നാണ് ചേട്ടായി പറഞ്ഞിട്ടുള്ളത്. ആ വാക്ക് പാലിക്കണം കേട്ടോ. നമ്മൾ ആ വിശ്വസത്തിലാണ് വീഡിയോ ഒക്കെ ചെയ്തത്, വേറെ ഒന്നും കണ്ടല്ല. ഓക്കെ, അപ്പോൾ വീണ്ടും വരാം. പരമാവധി ഷെയർ ചെയ്തോളൂ കേട്ടോ. വീണ്ടും വരാം പുതിയ വാർത്താവിശേഷങ്ങളുമായി. അതിലേക്ക് സന്ദീപ് പാൾ സൈനിങ്.